6 വർഷക്കാലമായി ഞങ്ങളൊന്ന് ചിരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ തന്നെ ഞങ്ങൾ കാണുന്നില്ല. കാരണം എന്താ, ആളുകൾ കരയുക, ഓരോരുത്തരെ കരച്ചിൽ കണ്ടതാ. 6 വർഷമായി ഞങ്ങൾ സഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴാണ് ഒന്ന് ചിരിച്ചത്. ഈ ചിരി ഞങ്ങൾ ആനന്ദമാണ്. ഇനി ഒരു ഈച്ച പോലും ആ കമ്പനി കയറാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഞങ്ങളെ ചങ്ങന്ന് ചോര പൊടിഞ്ഞു വീണാലും അവസാന ശാസ്ത്രം ഞങ്ങൾ ആരെങ്കിലും ഒരാളുണ്ടാവും. ആ ആളും മരിച്ചു വീണാലേ ആ കമ്പനി അവിടെ തുടരൂ. അതാണ് ഞങ്ങളുടെ നിലപാട്. ഇനി ഞങ്ങൾ ജീവിക്കണം. ഞങ്ങൾ ജനിച്ച നാട്ടിൽ, ഞങ്ങൾ നയിച്ച നാട്ടിൽ, ഇന്ത്യയൊക്കെ ഉപ്പയും ഇവരെല്ലാവരും ഞങ്ങൾ ഉണ്ടാക്കിയ മണ്ണിൽ ഞങ്ങൾ ശുദ്ധജലം ജീവിച്ച് ഞങ്ങൾ ജീവിക്കണം മുന്നോട്ട്. 6 കൊല്ലമായിട്ട് ഞങ്ങൾക്കില്ലാത്ത നീതി ഇവിടുന്ന് ഞങ്ങൾ കിട്ടിയിരിക്കുന്നു ഈ സർക്കാരിൻ്റെ അടുത്ത് നിന്ന്. അതിന് ഒരുപാട് നന്ദി പറയുക VD സതീശനോടും മന്ത്രിസഭയിലും എല്ലാവരോടും, മുഴുവൻ ആളുകളും, ഞങ്ങളെ ചേർത്ത് നിർത്തിയ മുഴുവൻ ആളുകളോടും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാത്തിനും നിങ്ങളോട് എല്ലാവരോടും നന്ദി. താങ്ക് യു. അതെ, ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യമാണല്ലോ. ശ്വാസം എടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഇവിടെ ഈ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരാണ് എല്ലാവരും. ഞങ്ങളെല്ലാവരും ജയിലിൽ 32 ദിവസവും 35 ദിവസവും 40 ദിവസവും ഒക്കെ കടന്ന ആൾക്കാരാണ്. ഫസ്റ്റിൽ അറസ്റ്റ് ചെയ്ത ആളാണ് ഞാനും. ഈ ഭാഗംകുട്ടിക്കാരൻ്റെ ആൾക്കാരാണ്. ഇയാൾ എൻ്റെ പേരിൽ 8 കേസിട്ടുണ്ട്. 8 കേസിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളെ ഫോൺ അന്ന് പിടിച്ചതാണ്. ഇതുവരെ ഞങ്ങൾക്ക് ആ ഫോൺ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ സ്റ്റേഷനിൽ മാസത്തിൽ 2 പ്രാവശ്യം പോയിട്ട് ഒപ്പിടുന്നവരുണ്ട്, 5 പ്രാവശ്യം ഒപ്പിടുന്നവരുണ്ട്, 6 പ്രാവശ്യം ഒപ്പിടുന്നവരുണ്ട്. ഇതിലൊക്കെ ഒരു അനീതി വരുത്തണം നമുക്ക്. അതിനെന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് നിയമപാലകർ അത് വേണ്ട നിർദ്ദേശം നമ്മൾ തരേണ്ട. പിന്നെ അത് സ്വന്തമല്ല, ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മരിക്കാൻ പോലും തയ്യാറാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ ഒരു കാരണവശാലും അത് തുറക്കാൻ അനുവദിക്കില്ല. അതിന് ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്.